പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജീവിതത്തിൽ വലിയ കോട്ടകളുടെ അവശിഷ്ടങ്ങൾക്ക് മുകളിൽ കയറുന്നത് ഇതേപോലെ പ്രസംഗിക്കാനും ചില ഭാഗ്യമൊക്കെ വേണം കേട്ടോ. നിങ്ങളിങ്ങോട്ട് പോന്നാൽ മതി, അതിനുള്ളൊരു അവസരമുണ്ട് ഇവിടെ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ചാലിയം കോട്ടയാണ്. ഇതിനകത്ത് എത്രയെത്ര പോർച്ചുഗീസ് നാവികന്മാർ വന്ന് താമസിച്ചിട്ടുണ്ടാവുമല്ലേ. 1531 പണിത കോട്ടയുടെ അവശിഷ്ടങ്ങൾക്ക് മുകളിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. ചരിത്രത്തിന് മുകളിൽ കയറി നിന്നുകൊണ്ട് പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ ചരിത്രം ഉജ്ജ്വലമായ ചരിത്രം കൂടിയാണ് കേട്ടോ. ഈ ഒരേ സമയം തന്നെ കപ്പൽ പടയെയും കരയിൽ നിന്ന് വന്ന സേനയും നേരിടാൻ സാമൂതിരിയുടെ കുഞ്ഞാലിമരക്കാരുടെ സേനയ്ക്ക് കഴിഞ്ഞിരുന്നു. അങ്ങനെ വിദേശ ശക്തികളെ ഒരേ സമയം കടലിലും കരയിലും നേരിട്ട ചരിത്രമുള്ള മനുഷ്യരാണ് ചാലിയത്ത് മനുഷ്യർ. പക്ഷേ ഇന്നും ആ വിപത്ത് വരുന്നത് കടലിലൂടെയും കരയിലൂടെയുമാണ്. കടലിലൂടെയും കരയിലൂടെയും ആകാശത്തൂടെയുമാണ്. നമ്മൾ ഹൈബ്രിഡ് കഞ്ചാവിനെ കുറിച്ച്, ലഹരി വിപത്തിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഇന്ന് നമ്മളെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപത്തായി ഇത് മാറുകയാണ്. അതുകൊണ്ട് നമുക്ക് കോട്ട കെട്ടണം. പണ്ട് കുഞ്ഞാലിമരയ്ക്കാർ ഈ ചാലിയത്തിൽ നിന്നുകൊണ്ട്, ഈ കോട്ടയ്ക്ക് മുകളിൽ നിന്നുകൊണ്ട് യുദ്ധപ്രഖ്യാപനം നടത്തിയതുപോലെ നമുക്കും ലഹരിയുടെ വിപത്തിന് മുകളിൽ നിന്നുകൊണ്ട് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തേണ്ടതുണ്ട്. നല്ല കുറേ മനുഷ്യരിവിടെയുണ്ട്, നമുക്ക് അവരോടൊക്കെ സംസാരിക്കാം.